ആ മീൽസ് റെഡി. ആ വരണം. ആ ചേട്ടാ വാ ചേട്ടാ. ആരും വരുന്നതും ഇല്ല. മീൽസ് റെഡി. ആരെ കാണില്ലല്ലോ. ഇവനെയൊക്കെ പിടിച്ച് പ്ലക്കാർഡും കൊടുത്ത് നിർത്തി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഒന്ന് ഉറക്കെ വിളിക്കണോ? ആളുകളൊന്നും കാണാനും ഇല്ലല്ലോ. ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഈ കാലമാടന്റെ ആയിരിക്കുന്ന കേൾക്കണ്ടേ. രാവിലെ മുതൽ രാത്രി വരെ ഒരേ നിൽക്കാം ഈ പൊരി വെയിലൊക്കെ. പാവം. വരണം ചേട്ടാ. ചേട്ടാ വരണം. ആ ചൂട് മീൻസ് റെഡിയാണ് ചേട്ടാ. ആ മീനുണ്ട്. ഏത് മീനാ വേണ്ടേ നിങ്ങക്ക്? അയില വേണോ, ചാള വേണോ, കൊഴിയാള വേണോ, കൊഞ്ച് വേണോ, കണവ വേണോ, ഏതാ വേണ്ടേ? പരല് വേണോ? ആ വരണം. മീൽസ് റെഡിയാണ് ചേട്ടാ. വരണം, ചൂടോടെ കഴിക്കാം. ഹോംലി മീൽസ് ആണ് ചേട്ടാ. മീൽസ് റെഡി. എന്താ വന്നേ? പൊക്കോ. അതെ, കുട്ടികൾക്ക് ഫീസ് അടച്ചില്ല. വീട്ടിൽ 1 മണി അരിയില്ല രാവിക്കാൻ. ഒന്നാതിന് ആളും കുറവാണ്. മുതലാളിക്ക് ഭയങ്കര ദേഷ്യത്തിലാണ്. 1 മണി അരി 4 ആളെ കൂട്ടാൻ പറഞ്ഞപ്പോ എന്താ 10 ആൾക്കാരെ വിളിച്ച് കടയിൽ കയറ്റണമെന്നില്ല. അവൻ ചൊല്ലിക്കൊണ്ട് നിൽക്കുകയാണ്. അരി വാങ്ങിക്കാൻ നിവർത്തിയില്ല. കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പൈസ അടയ്ക്കണം. ഫീസിന് എന്തെങ്കിലും തന്നു സഹായിക്കും സാറേ. ഒരു ജോലിയും ചെയ്യില്ല. എപ്പോഴും പൈസ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും തന്നു സഹായിക്കണം. എന്റെ അസുഖം കാരണം എനിക്കൊരു തൊഴിലുറപ്പ് പഠിക്കുവാനും പോവാൻ പറ്റില്ല. എന്തെങ്കിലും തന്നു സഹായിക്കും സാറേ. പിടിച്ചോ, ഇവിടെ നിന്ന് പൊയ്ക്കോ. തനിക്ക് ഈ പണി കളഞ്ഞിട്ട് വേറെ വല്ല പണിക്കും പോയിക്കൂടെ? വെറുതെ ആ അങ്ങേരുടെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ വല്ല കാര്യമുണ്ടോ? എന്ത് ചെയ്യാന്, വേറെ ഒരു നിവൃത്തിയില്ലാത്തണ്ട ഈ ജോലി. എന്റെ ഈ മുടിഞ്ഞ അസുഖം കാരണമാ വേറൊരു ജോലിക്കും പോലും പോകാൻ പറ്റാത്തത്. അവളാണെങ്കിൽ ഒരു നിത്യരോഗിയും കൂടെ. ചേട്ടൻ എന്തായാലും സമാധാനത്തോടെ കിടന്നുറങ്ങും. എന്തായാലും ഹർത്താലല്ലേ, റെസ്റ്റ് എടുക്കും. ഞാൻ പോയിട്ട് വരാം.
എന്തെടുക്കാടാ അവിടെ? നിന്നെയൊക്കെ ജോലിക്ക് നിർത്തി എന്നെ പറഞ്ഞാൽ മതിയല്ലോ.